പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് നിങ്ങളെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ നമ്മളെ സമൂഹത്തിലുള്ള മാറ്റങ്ങളാണ്. പണ്ട് നമുക്കുള്ള സമൂഹത്തിലുള്ള കാര്യങ്ങളും ഇന്ന് നമ്മളെ സമൂഹത്തിലുള്ള പുതിയ പുതിയ കാര്യങ്ങളും തമ്മിലുള്ള ചെറിയൊരു വ്യത്യാസം എൻ്റെ ഒരു അറിവ് വെച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. ഇത് നിങ്ങൾക്ക് കുറച്ച് പ്രയോജനപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പേ പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾ എൻ്റെ വീഡിയോ ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, മാക്സിമം ആളുകളിലേക്ക് എത്തിക്കണം. എത്തിച്ചു കഴിഞ്ഞാൽ മാത്രമേ എൻ്റെ ചാനലിന്റെ നിലനിൽപ്പുള്ളൂ. ഇനിയും നല്ല നല്ല വീഡിയോസുകൾ എൻ്റെ ചാനലിൽ ഇടണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഇതിൻ്റെയും ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ എനിക്ക് പിന്നീട് ചെയ്യണം. ഇപ്പൊ ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ മുന്നിലേക്ക് വെക്കുകയാണ്. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മളൊരു വീട്ടില് എല്ലാ സാധനങ്ങൾക്കും നമ്മൾ മാർക്കറ്റുകളിൽ ആശ്രയിക്കേണ്ട ഒരു ഗതികേടാണ് നമുക്ക് വന്നിരിക്കുന്നത്. ഈ മാർക്കറ്റുകളിൽ കിട്ടുന്ന സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാം വിഷ അടിച്ചുള്ള സാധനങ്ങളാണ്. അതായത് ആ വിഷം നമ്മൾ തിന്നുന്തോറും നമുക്ക് അസുഖങ്ങളും നമ്മളെ സ്വഭാവങ്ങളും എല്ലാം നമുക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു വീട്ടെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏറെക്കുറെ പച്ചക്കറികളായാലും ധാന്യവർഗ്ഗങ്ങളായാലും മറ്റേ ഇറച്ചിയുടെ കാര്യത്തിൽ കോഴികളായാലും അങ്ങനെയൊക്കെ നമ്മൾ വീടുകളിൽ തന്നെ നമുക്ക് കുറെ കാര്യങ്ങൾ നമ്മൾ വീടുകളിൽ തന്നെ നമുക്ക് കിട്ടുമായിരുന്നു. പക്ഷെ ഇന്നെല്ലാം മാർക്കറ്റുകളിലാണ് നമുക്ക് കിട്ടുന്നത്. അതിനനുസരിച്ച് മനുഷ്യന്റെ സ്വഭാവങ്ങളും മാറിക്കൊണ്ടിരിക്കുകയാണ്. മാർക്കറ്റിലെ വിഷം മേടിച്ച് തിന്ന് നമ്മുടെ സ്വഭാവങ്ങളും മാറി. പണ്ട് നമ്മളൊന്ന് ഓർത്ത് നോക്കുക. പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ളവരെ 1 കിലോമീറ്റർ ചുറ്റളവും 2 കിലോമീറ്റർ ചുറ്റളവും ഉള്ള ആൾക്കാരെയൊക്കെ നമുക്ക് അറിയാൻ പറ്റുമായിരുന്നു. അവർക്ക് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം യോജിച്ച് നിന്നും കൊണ്ട് അവരെ ഒന്ന് ഹെൽപ്പ് ചെയ്യുമായിരുന്നു. ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ളവനെ പോലും തിരിച്ചറിയുന്നില്ല. അവന് ഒരു സഹായം വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചെയ്യുന്നില്ല. അന്ന് മനുഷ്യന്റെ സ്വഭാവങ്ങൾ ആ രീതിയിൽ മാറിപ്പോയി. അത് നമ്മൾ കുറച്ചൊക്കെ നമ്മൾ ആഹാര രീതികളാണ് നമുക്ക് ഈ മാറ്റങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മളെ ജീവിത രീതികളും ഇതിന് ഏറെക്കുറെ ഘടകങ്ങളാണ്. അതുകൊണ്ട് ഇതൊക്കെ നമുക്കൊന്ന് മാറ്റിയെടുക്കേണ്ടതുണ്ട്. നിങ്ങൾ നല്ലോണം ചിന്തിച്ച് കുറെ കാര്യങ്ങൾ നമുക്ക് സ്വയം മാറ്റിയെടുക്കാം. കുറച്ച് പച്ചക്കറികളും കാര്യങ്ങളും 1 സെന്റേ ഉള്ളെന്നുണ്ടെങ്കിൽ അതിനകത്ത് നമുക്ക് പച്ചക്കറികളോ എന്തെങ്കിലും കൃഷികൾ ചെയ്യാവുന്നതേ ഉള്ളൂ ഇന്നത്തെ കാലത്ത്. അതൊക്കെ നമ്മൾ ചെയ്തു പോവുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ നമുക്ക് മാറ്റിയെടുക്കാം. ഇന്ന് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ നിർത്തുകയാണ്. ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും. അന്നേരം അടുത്തൊരു വിഷയമായിട്ട് നമുക്ക് പിന്നീട് കാണാം. ബൈ ബൈ.